പി.വി. അൻവറിനെ തള്ളാതെ ഡി.എം.കെയുടെ കേരള ഘടകം. അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും കൂടിക്കാഴ്ച സമയത്ത് ഡി.എം.കെ രാജ്യസഭാ എം.പി ഒപ്പമുണ്ടായിരുന്നുവെന്നും ഡി.എം.കെ കേരള ഘടകം വ്യക്തമാക്കുന്നു. പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട് എം.കെ സ്റ്റാലിൻ വ്യക്തമാക്കുമെന്നും ഡി.എം.കെ കേരള ഘടകം അറിയിച്ചിട്ടുണ്ട്. എം.ജി പ്രതീഷ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാറുണ്ട്. പ്രതീഷ്, ഈ അൻവറിന്റെ ഈ സാമൂഹിക കൂട്ടായ്മയ്ക്ക് ഡി.എം.കെയുമായുള്ള ബന്ധമെന്ത് എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തുന്ന ഒരു പ്രതികരണം ഡി.എം.കെയുടെ കേരള ഘടകത്തിൽ നിന്നും വന്നിട്ടുണ്ടോ? ഗോപികൃഷ്ണൻ, തീർച്ചയായും. കാരണം പി.വി. അൻവറുമായി രാഷ്ട്രീയ ചർച്ചകൾ നടന്നിട്ടില്ല എന്ന് ഡി.എം.കെ വക്താവ് ഇളങ്കോവൻ പറയുമ്പോഴും ഈ കൂടിക്കാഴ്ച സ്ഥിരീകരിക്കുകയാണ് ഡി.എം.കെ കേരള ഘടകം. ചെന്നൈയിൽ വെച്ച് പി.വി. അൻവറുമായി കൂടിക്കാഴ്ച നടന്നിട്ടുണ്ട്. ഈ കൂടിക്കാഴ്ചയിൽ കേരള ഘടകം പ്രതിനിധിയും ഒപ്പം ഒരു രാജ്യസഭാ ഡി.എം.കെ എം.പിയും പങ്കെടുത്തു എന്നതാണ് ലഭിക്കുന്ന വിവരം. ഈ കൂടിക്കാഴ്ചയിൽ തൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ അൻവർ പറഞ്ഞിട്ടുമുണ്ട്. ഒപ്പം എം.കെ സ്റ്റാലിന് അൻവർ ഇക്കാര്യങ്ങൾ ഒരു നിലപാടായി തന്നെ ഒരു കത്തിലൂടെ എഴുതി നൽകുകയും ചെയ്തു. ഡി.എം.കെ കേരള ഘടകത്തിനും പി.വി. അൻവർ കത്ത് നൽകിയിട്ടുണ്ട്. ഈ കത്തും ഒപ്പം ഈ കേരള ഘടകത്തിന്റെ നിലപാടും എം.കെ സ്റ്റാലിനെ കേരള ഘടകം അറിയിച്ചിട്ടുണ്ട്. ഈ എം.കെ സ്റ്റാലിന് പി.വി. അൻവർ നൽകിയ കത്തും ഒപ്പം സംസ്ഥാന ഘടകത്തിന്റെ നിലപാടും കൂടി ചേർത്താണ് സംസ്ഥാന ഘടകം നിലവിൽ എം.കെ സ്റ്റാലിന് കത്ത് നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ കത്തിൽ എം.കെ സ്റ്റാലിന്റെ മറുപടി ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നതാണ് കേരള ഘടകം പറയുന്നത്. അപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അൻവറിനെ ഡി.എം.കെ കേരള ഘടകം തള്ളുന്നില്ല എന്നതാണ്. അൻവർ മഞ്ചേരിയിലെ വേദിയിൽ 10 ഇരിപ്പിടങ്ങളാണുള്ളത്. അവിടെ ഡി.എം.കെയുടെ ഒരു പ്രതിനിധി, ഒരു പ്രമുഖ നേതാവ് ഈ സമ്മേളനം പൊതുവേദിയിൽ നിരീക്ഷിക്കാൻ വേണ്ടി ഉണ്ടാകും എന്ന ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. അത് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുമോ? കാരണം പി.വി. അൻവർ തന്നെ അഭ്യർത്ഥിച്ചതനുസരിച്ച് ഡി.എം.കെയുടെ ഒരു പ്രതിനിധി ഈ പൊതുസമ്മേളനം നിരീക്ഷിക്കാൻ വേണ്ടി എത്തും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് ഡി.എം.കെയുടെ കേരള ഘടകം അതേക്കുറിച്ച് എന്തെങ്കിലും സൂചനകൾ നൽകുന്നുണ്ടോ? ഗോപികൃഷ്ണൻ, ഈ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ ഡി.എം.കെ കേരള ഘടകം ഇതുവരെയും ഒരു സ്ഥിരീകരണം നടത്തിയിട്ടില്ല. പക്ഷേ ഈ പി.വി. അൻവറിനെ കേരള ഘടകത്തിലേക്ക് ഡി.എം.കെയിലേക്ക് കൊണ്ടുവരുന്നതിൽ നിലവിൽ സംസ്ഥാനത്തിന് അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിന് എതിർപ്പില്ല എന്നതാണ് അവരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതിൽ കൃത്യമായൊരു നിലപാടും അവർ പറയുന്നുണ്ട്. നിലവിൽ ഡി.എം.കെക്ക് കേരളത്തിൽ വലിയ പ്രാതിനിധ്യം ഒന്നും തന്നെ ഇല്ല. പി.വി. അൻവർ ഡി.എം.കെയിലേക്ക് വന്നാൽ അത് കേരള ഘടകം വളരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു വിലയിരുത്തലാണ് നിലവിൽ സംസ്ഥാന നേതൃത്വത്തിനുള്ളത്. ഈ നിലപാട് തന്നെയാണ് എം.കെ സ്റ്റാലിനെ കേരള ഘടകം അറിയിച്ചിട്ടുള്ളത്. പക്ഷേ അപ്പോഴും ആശങ്കയായി നിൽക്കുന്ന ഒരു കാര്യം ഡി.എം.കെയും CPIM-ഉം ഒരു ഇന്ത്യ മുന്നണിയിൽ ഒപ്പമുണ്ട്. ഇതിൽ മുഖ്യമന്ത്രി എം.കെ സ്റ്റാലിന്റെ നിലപാട് നിർണായകമാകും. വിജയനും എം.കെ സ്റ്റാലിനും തമ്മിലുള്ള ഒരു ബന്ധം, ഇതിൽ എം.കെ സ്റ്റാലിൻ എന്ത് നിലപാടെടുക്കും അതനുസരിച്ച് മാത്രമേ കേരള ഘടകത്തിനും അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ കേരള ഘടകത്തിന് അൻവറിനെ മുന്നണിയിലേക്ക് അല്ലെങ്കിൽ ഡി.എം.കെ സഖ്യത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ യാതൊരു എതിർപ്പുമില്ല. ഈ നിലപാട് എം.കെ സ്റ്റാലിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി എം.കെ സ്റ്റാലിൻ പാർട്ടിയുടെ നിലപാട് പറയുമെന്നതാണ് കേരള ഘടകം അറിയിക്കുന്നത്. അതായത് പ്രതീക്ഷ, ഈ സംസ്ഥാന നേതൃത്വത്തിലേക്ക് പി.വി. അൻവറിനെ കൊണ്ടുവരികയാണെങ്കിൽ അത് ഡി.എം.കെയുടെ വളർച്ചയ്ക്ക് പൊതുവിൽ ഗുണമുണ്ടാകും എന്നൊരു നിലപാട് ഡി.എം.കെയുടെ കേരള ഘടകം സ്വീകരിച്ചിട്ടുണ്ടെന്നും അത് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്നുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലേ? തീർച്ചയായും ഗോപികൃഷ്ണൻ. കാരണം നിലവിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രാതിനിധ്യം ഒന്നും തന്നെ ഡി.എം.കെ കേരള ഘടകത്തിന് ഇവിടെ ഇല്ല. പക്ഷേ പി.വി. അൻവർ ഈ സഖ്യത്തിലേക്ക് എത്തിയാൽ അത് പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്നും പാർട്ടി കൂടുതൽ വളരാൻ ഇടയാക്കുമെന്നുമാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട്. ഇത് കത്തായി തന്നെയാണ് ഈ എം.കെ സ്റ്റാലിന് സംസ്ഥാന നേതൃത്വം കൈമാറിയിരിക്കുന്നത്. ഡി.എം.കെയുടെ കേരള ഘടകം പി.വി. അൻവറിനെ നേതൃത്വത്തിലേക്ക് എത്തിക്കുന്നത് പൊതുവിൽ പാർട്ടിക്ക് ഗുണം ചെയ്യും എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. പി.വി. അൻവർ MLA-യുടെ ഒരു കത്ത്, അതായത് ഡി.എം.കെയുടെ ഭാഗമായി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്ത് ഡി.എം.കെയുടെ കേരള ഘടകത്തിന് നൽകിയിരുന്നു. മാത്രമല്ല ഡി.എം.കെ നേതാക്കളുമായി അൻവർ നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ചയുടെ കാര്യങ്ങൾ ഇന്ന് നേതൃത്വം ഒരിക്കൽ കൂടി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആരായിരിക്കും, ഏത് ഡി.എം.കെ നേതാവായിരിക്കും ഇന്ന് പി.വി. അൻവർ മഞ്ചേരിയിൽ വിളിച്ചു ചേർത്തിരിക്കുന്ന ഈ പൊതുയോഗത്തിൽ നിരീക്ഷകനായി എത്തുക എന്ന കാര്യത്തിലുള്ള ഒരു വ്യക്തത ഇപ്പോൾ ഡി.എം.കെയുടെ കേരള ഘടകം വരുത്തിയിട്ടില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു പ്രതിനിധിയുടെ സാന്നിധ്യം ഈ യോഗത്തിൽ ഉണ്ടാകുമോ എന്ന കാര്യത്തിലുള്ള അവ്യക്തതയും ആശയക്കുഴപ്പവും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു സ്ട്രാറ്റജിക് മൂവാണ്, ഒന്നും തന്നെ ഡിസ്ക്ലോസ് ചെയ്യാൻ ഇപ്പോൾ സമയമായിട്ടില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് രാവിലെ പി.വി. അൻവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇപ്പോൾ പി.വി. അൻവറിന്റെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി സമീർ ബിൻ കരീം
ചേരുന്നുണ്ട്. ഏതാണ്ട് 1.5 മണിക്കൂർ മാത്രം അകലെയാണ് PV അൻവർ മഞ്ചേരിയിൽ വിളിച്ചു ചേർത്തിരിക്കുന്ന പൊതുയോഗം ആരംഭിക്കാനുള്ളത്. വേദിയിലിട്ടിരിക്കുന്ന 10 ഇരിപ്പിടങ്ങളിൽ ആരുടെയൊക്കെ സാന്നിധ്യം ഉണ്ടാകും എന്നത് രാഷ്ട്രീയ കേരളത്തിന്റെ കൗതുകവും ആകാംക്ഷയുമായി ഇപ്പോഴുമുണ്ട്. അൻവറിന്റെ വീട്ടിൽ നിന്ന് സമീർ ബിൻ കരീം ചേരുന്നു. സമീർ, എത്രത്തോളം ആവേശമുണ്ടാക്കുന്നതായിരിക്കും ഇന്ന് മഞ്ചേരിയിൽ നടക്കാൻ പോകുന്ന ഈ പൊതുസമ്മേളനം? അൻവറിന്റെ വീട്ടിന് മുന്നിൽ അനുയായികൾ, അൻവറിനെ പിന്തുണച്ചെത്തുന്നവർ, അവർ കൊടിതോരണങ്ങളുമായി ഒരു ആഘോഷത്തിന്റെ മൂഡിൽ നിൽക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. PV അൻവർ നമ്മളോട് ഈ ഘട്ടത്തിൽ പ്രതികരിക്കുമോ? എന്താണ് അവിടുത്തെ നിലവിലെ സാഹചര്യം? ഗോപികൃഷ്ണൻ, നിലവിൽ 5:30 കൂടി PV അൻവർ ഒതായിലുള്ള നമ്മളിപ്പോൾ നിൽക്കുന്ന വീട്ടിൽ നിന്നും മഞ്ചേരിയിലേക്ക് ഇറങ്ങുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ഇവിടെ നിരവധിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ അണികൾ ഈ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. പ്രത്യേകമായിട്ടുള്ള DMKയുടെ തമിഴ്നാട്ടിൽ DMKയുടെ സമാനമായിട്ടുള്ള കളറിലുള്ള കൊടിയും അതോടൊപ്പം തന്നെ ഷോളും, തമിഴ്നാട് സ്റ്റൈൽ രാഷ്ട്രീയത്തിന്റെ ഭാഗമായുള്ള ഷോളും അണിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ PV അൻവറിന്റെ ചിത്രം പതിച്ച അല്ലെങ്കിൽ ചിത്രം പ്രിന്റ് ചെയ്തിരിക്കുന്ന പതാകയും, ഒരു വെള്ള പതാകയ്ക്ക് മുകളിൽ PV അൻവറിന്റെ ചിത്രം പ്രിന്റ് ചെയ്തുകൊണ്ട് അതും കയ്യിൽ പിടിച്ചാണ് ചില പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. നമുക്ക് ഇവിടെ അടുത്തേക്ക് പോകാമെന്ന് തോന്നുന്നു. PV അൻവറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണോ? അതെ, അൻവർ ഇവിടെ കാലങ്ങളായിട്ടുള്ള ആളാണ്. ഇടവണ്ണക്കാരൻ തന്നെയാണ്, ഇടവണ്ണ തന്നെയാണ് നമ്മൾ താമസം. ഇവിടെ തന്നെ അതായി നമ്മൾ അൻവറിന്റെ കൂടെ ഉള്ള കാലങ്ങളായിട്ടുള്ള ആളാണ്. എല്ലാ പ്രവർത്തനവും നമ്മുടെ മുന്നിലുണ്ടാവും. പാർട്ടി പ്രവർത്തകനായിരുന്നു. അതെ. ഒരു തമിഴ്നാട് സ്റ്റൈൽ ഒരു ഷോളും ചിത്രമൊക്കെ കാണുന്നു. തമിഴ്നാട് DMK തന്നെയാണോ? അത് എന്താ സ്ഥിരീകരിച്ചിട്ടില്ല. DMKന്റെ കൊടിയാണ്. ഞങ്ങൾ മിക്കവാറും പലരും പല അഭിപ്രായങ്ങളൊന്നും നോക്കണ്ട. ഞങ്ങൾ ഉറച്ചതാണ് DMKന്റെ ഒരു പ്രവർത്തകനായിട്ട് മുന്നോട്ട് അൻവർഖാന്റെ കൂടെ ഉണ്ടാവും, എന്നുണ്ടാവും. MLAയുടെ അറിവോടെ തന്നെയാണ് ഈ കൊടി, അറിവോടെ കൂടെ തന്നെയാണ് ഇത് പ്രവർത്തനം. അല്ലാണ്ട് ഞങ്ങൾ സന്തോഷത്തിന് എന്താണ് ചെയ്യില്ല. വർഷങ്ങളായിട്ട് അൻവറിന്റെ കൂടെ പ്രവർത്തിക്കുന്ന ആളാണ്. ഇടവണ്ണയിലെ വീട് ഇന്നിപ്പോ കൊടിയിലേക്ക് റെഡിയാകാം. പാർട്ടി പ്രവർത്തകനായിരുന്നു. അതെ. ഗോപി, ഇത്തരത്തിൽ നിരവധി അണികൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വാഹനത്തിന് മുകളിൽ, പ്രത്യേകിച്ച് ബോണറ്റിലൊക്കെ PV അൻവറിന്റെ ചിത്രങ്ങളെല്ലാം തന്നെ പ്രിന്റ് ചെയ്തുള്ള വാഹനം അണികൾ എത്തിച്ചിരിക്കുകയാണ്. ഒപ്പം ഈ വാഹനത്തിന് മുൻപിൽ അൻവറിന്റെ ചിത്രം പ്രിന്റ് ചെയ്തുള്ള പതാകയുമായി അണികൾ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ്. PV അൻവർ MLAയോട് കൂടി അറിവോടെ തന്നെയാണ് ഇത്തരത്തിൽ ഇങ്ങനെ എത്തിയത് എന്നുള്ളത് തന്നെയാണ് അണികൾ വ്യക്തമാക്കുന്നത്. PV അൻവറുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് വർഷങ്ങളോളമായി പ്രവർത്തിക്കുന്ന നിരവധിയായിട്ടുള്ള ആളുകളാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. ഏതായാലും അണികളെല്ലാം തന്നെ വലിയ ആവേശത്തിലാണ്. എന്തൊക്കെ സസ്പെൻസുകളായിരിക്കും ഈ സമ്മേളനത്തിൽ PV അൻവർ വെച്ചിരിക്കുന്നത് എന്നുള്ള ആകാംക്ഷയാണ് അണികൾക്കൊപ്പം തന്നെ സമീർ ബിൻ കരീമാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. സമീർ, നമ്മളോടൊപ്പം ചേരുന്നത് PV അൻവറിന്റെ ഒതായിലെ വീട്ടിന് മുന്നിൽ അണികളും PV അൻവറിനെ ആരാധിക്കുന്നവരുമായ ഒരു വലിയ സംഘം അവിടെ എത്തിയിട്ടുണ്ട്. അൻവറിന്റെ ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുള്ള കൊടികൾ, അതോടൊപ്പം തന്നെ വാഹനങ്ങൾ, ഇതൊക്കെ PV അൻവറിന്റെ ഒതായിലെ വീടിന് വസതിക്ക് മുന്നിൽ കിടക്കുന്നത് നമുക്ക് കാണാം. 5:30 മണിയോടുകൂടിയായിരിക്കും ഒതായിൽ നിന്ന് PV അൻവർ മഞ്ചേരിയിലേക്ക് യാത്ര പുറപ്പെടുക എന്നാണ് സമീർ ബിൻ കരീം നമ്മളോട് പറയുന്നത്. അൻവറിന്റെ പൊതുസമ്മേളനം മഞ്ചേരിയിൽ തുടങ്ങുക 6 മണിക്കാണ്. നിലവിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ചിട്ട് ഏതാണ്ട് 1 ലക്ഷം പേരെ അണിനിരത്തിയുള്ള ഒരു മഹാസമ്മേളനം എന്ന ആശയമാണ് അൻവറിന്റെ മുന്നിലുള്ളത്. 10 പേർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടം ആ വേദിയിൽ ഒരുങ്ങിയിട്ടുണ്ട്. ആരൊക്കെയാണ്, ആരുടെയൊക്കെ സാന്നിധ്യമാണ് ഇന്ന് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് എന്ന കാര്യത്തിലുള്ള ആകാംക്ഷയും നിലനിൽക്കുന്നുണ്ട്. ആഷ്മി താജ് ഇബ്രാഹിം നമ്മളോടൊപ്പം ഉണ്ട്. അതോടൊപ്പം തന്നെ വിപിൻ സി വിജയനും സമ്മേളന നഗരിക്ക് സമീപത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വിപിൻ, ഈ സമ്മേളനം തുടങ്ങാൻ ഇനി 1.5 മണിക്കൂറാണ് ബാക്കിയുള്ളത്. 1 ലക്ഷത്തിലേറെ പേരെ പ്രതീക്ഷിക്കുന്ന ഒരു വലിയ കൂട്ടായ്മ എന്നതാണ് അൻവറിന്റെ സ്വപ്നത്തിലുള്ളത്, അൻവറിന്റെ സങ്കല്പത്തിലുള്ളത്. അതിന് ആ ആഗ്രഹം തൃപ്തിപ്പെടുന്ന രീതിയിലുള്ള ഒരു ജനസഞ്ചയം അവിടെ വന്നു ചേരും എന്ന് കരുതാനാകുമോ? ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് PV അൻവർ ഇന്ന് ആളുകളെ പ്രതീക്ഷിക്കുന്നത് ഈ കൂട്ടായ്മയിൽ? ഗോപികൃഷ്ണൻ, ഇപ്പോൾ ഇതായി കസേരകളെല്ലാം തന്നെ നിരത്തിയിട്ടിരിക്കുന്നു. ഏകദേശം 1000-ലേറെ കസേരകളാണ് നിലവിലുള്ളത്. 1 ലക്ഷം പേർ വരും എന്നുള്ളതാണ് PV അൻവറിന്റെയും കുട്ടരുടെയും ഒരു അവകാശവാദമുള്ളത്. ഏറ്റവും ആകാംക്ഷ കൂട്ടുന്നത് ഇപ്പോൾ ആ കാണുന്ന വേദിയിൽ ഏകദേശം 10 കസേരകളോളം ഉണ്ട്. അപ്പോൾ ആ 10 കസേരകളിൽ ആരൊക്കെ ഇരിക്കും എന്നുള്ളത് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ചോദ്യമാണ്. അതറിയാൻ വേണ്ടി ഇനി ഏകദേശം ഒരു 1.5 മണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത്. കാരണം ഇപ്പോൾ ചന്തക്കുന്നിൽ ആദ്യത്തെ ഈ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ, പൊതുസമ്മേളനം ഉണ്ടായപ്പോൾ അതിലൊരൊറ്റ കസേര മാത്രമായിരുന്നു
മാത്രമായിരുന്നു. അന്ന് പങ്കെടുത്തത് മുൻ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള സുഗു മാത്രമായിരുന്നു. ഈ സുഗുവാണ് അന്ന് പങ്കെടുക്കുകയും അന്ന് സ്വാഗതം പറയുകയും ചെയ്തത്. ഇന്നവിടെ 10 കസേരയുണ്ട്. ഈ 10 കസേരയിൽ പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്ന് ഒരു രാഷ്ട്രീയ ആകാംക്ഷ നിറച്ചുകൊണ്ട് തന്നെ പി വി അൻവർ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ പറയുകയും ചെയ്തിരുന്നു. ഇതാരൊക്കെ എന്നതിനെ സംബന്ധിച്ചും ഇനി ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഒപ്പം DMK-യുടെ ഭാഗത്ത് നിന്ന് നിരീക്ഷകരുണ്ടാകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അവർ വേദിയിലേക്ക് ഉണ്ടാവില്ല, ഈ സദസ്സിലുണ്ടാവും. അവർ ഈ ഒരു ശക്തി പ്രകടനം കാണാനും വിലയിരുത്തുന്നതിനുമായി വേണ്ട ഇത്രയും ആളുകൾ ഉണ്ടാവുക എന്നുള്ളതും നിലവിൽ പ്രതീക്ഷിക്കുന്ന കാര്യമാണ്. ഒപ്പം തന്നെ പല രീതിക്ക് ഇപ്പോൾ നിൽക്കുന്നതിൽ അസംതൃപ്തരായ അണികൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകർ, അവരെ തന്നെയാണ് ഇപ്പോൾ പി വി അൻവർ ലക്ഷ്യമിടുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കൂട്ടായ്മ. കാരണം ഇപ്പോൾ CPM-ലാകട്ടെ എന്തുകൊണ്ട് MR അജിത് കുമാറിനെതിരെ നടപടിയെടുക്കുന്നില്ല, അത്തരം ഒരു ചോദ്യം ഏറ്റവും പ്രധാനമായി പ്രവർത്തകർക്കിടയിൽ തന്നെ ഉണ്ട്. അവർ അത് പുറത്തേക്ക് പറയുന്നില്ല എന്നുണ്ടെങ്കിലും CPM-ന്റെ ഒരു സംഘടനാ സ്വഭാവം വെച്ചുകൊണ്ട് തന്നെ അതൊക്കെ പറയേണ്ട വേദികളിൽ മാത്രം പറയുക എന്നുണ്ടെങ്കിൽ പോലും എന്തുകൊണ്ട് നടപടി ഉണ്ടാവുന്നില്ല എന്നൊരു ചോദ്യം ബാക്കിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അസംതൃപ്തർ ആ രീതിക്കുണ്ട്. മറ്റൊന്നുള്ളത്, ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നൊക്കെ വേണ്ട വിധത്തിൽ പ്രതിപക്ഷമായിട്ടുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്നില്ല എന്നുള്ള അത്തരത്തിലുള്ള ഒരു അസംതൃപ്തിയും പല ലീഗ് പ്രവർത്തകർക്കോ അണികൾക്കൊക്കെ ഇടയിൽ ഉണ്ടാകും. അപ്പോൾ ആ ആളുകളൊക്കെ തന്നെ തൻ്റെ ഒപ്പം ചേരും എന്നുള്ള ഒരു പ്രതീക്ഷയാണുള്ളത്. അതുകൊണ്ട് തന്നെ സാധാരണ സഖാക്കളെ താൻ പ്രതീക്ഷിക്കുന്നു എന്നുള്ളത് പി വി അൻവർ പറയുന്നുമുണ്ട്. മറ്റൊന്നുള്ളത്, ഇപ്പോൾ ചന്തക്കുന്നിലെ പരിപാടി വിജയിച്ചതിന് ശേഷം അതിനുശേഷം CPM പറഞ്ഞത് അത് ജമാഅത്തെ ഇസ്ലാമി SDPI-യുടെ ഒരു കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ടായിരുന്നു അത് വിജയമായത്, അവരായിരുന്നു അതിന് മുൻപന്തിയിൽ നിന്നത് എന്നതൊക്കെയാണ്. എന്നാൽ അതായിരുന്നില്ല അന്നത്തെ ഒരു വസ്തുത. കാരണം പ്രാദേശികമായിട്ടുള്ള നേതാക്കളോ അല്ലെങ്കിൽ CPM-ന്റെയോ ഇടതുപക്ഷവുമായി ചേർന്ന് നിൽക്കുന്ന നിരവധി പ്രവർത്തകർ അവിടെ എത്തുകയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊരു ആൾക്കൂട്ടം മാത്രമായി കാണാൻ കഴിയുകയില്ല. കൃത്യമായ രാഷ്ട്രീയ ബോധമുള്ള, ദിശാബോധമുള്ള ആളുകൾ തന്നെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. പക്ഷേ അന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല ഗോപികൃഷ്ണൻ ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. കാരണം അന്ന് ഭരണപക്ഷത്ത് നിന്ന് ഒരു MLA ഭരണപക്ഷത്തിനെതിരെ, സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ, പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ആഞ്ഞടിക്കുന്നു എന്നുള്ള ഒരു കാര്യമുണ്ടായിരുന്നു. അത് കേൾക്കുന്നതിന് വേണ്ടി വന്നിരുന്നു. അതിനുള്ളിലെ കാര്യങ്ങൾ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എന്നുള്ള വലിയ ചോദ്യങ്ങൾ ചോദിക്കുന്നു, ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. എന്നാൽ നിലവിലെ സ്ഥിതിയിൽ അതൊരു രാഷ്ട്രീയ പാർട്ടിയായി രൂപം പെടുകയാണ്. അതിന് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്നൊരു പേര് വരുന്നു. അങ്ങനെ ആ പാർട്ടിയുടെ അണികളായി ഇന്നത്തെ വരുന്ന ആളുകളെ കണക്കാക്കാൻ കഴിയുമോ എന്നതൊരു ചോദ്യമാണ്. അത്തരമൊരു പിന്തുണ ഉണ്ടാകുമോ എന്നുള്ളതും കണ്ടറിയേണ്ട ഒരു വസ്തുത തന്നെയാണ്. 6 മണിയോട് കൂടിയാണ് പൊതുസമ്മേളനം. അതിലേക്ക് ആളുകൾ പരമാവധി എത്തിക്കൊണ്ടിരിക്കും എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ വളരെ കുറച്ച് ആളുകളൊക്കെ എത്തിയിട്ടുണ്ട്. എവിടുന്നാ വരുന്നത്? ാണ് കൗതുകം നിറഞ്ഞു നിൽക്കുന്നത്. ആരൊക്കെയായിരിക്കും വേദിയിൽ വന്നു നിറയാൻ പോകുന്നത്? അവിടെ വലിയൊരു സദസ്സിനെ പി വി അൻവർ പ്രതീക്ഷിക്കുന്നുണ്ട്. MLA-മാരുടെ ഇടയിൽ ഒരു ഭരണത്തിന്റെ തകരാറുകൾ വിളിച്ച് പറയാൻ അൻവർക്ക് കഴിഞ്ഞുള്ളൂ. വേറെയൊക്കെ ഗവൺമെന്റിന്റെ ഇംഗിതത്തിന് അടിമകളായ MLA-മാരാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ശരി, വിപിൻ സി വിജയനാണ് ഇപ്പോൾ നമ്മുടെ പി വി അൻവർ ഇപ്പോൾ മഞ്ചേരിയിൽ നടത്താൻ പോകുന്ന പൊതുസമ്മേളനത്തിന്റെ സദസ്സിരിക്കുന്ന ഇടത്തു നിന്നാണ് ഇപ്പോൾ വിപിൻ സി വിജയൻ വിവരങ്ങൾ നൽകിയത്. കസേരകൾ നിരത്തിയിട്ടിട്ടുണ്ട്. 1 ലക്ഷം പേരെ പ്രതീക്ഷിക്കുന്ന ഒരു മഹാസമ്മേളനം എന്നതാണ് പി വി അൻവർ കണക്ക് കൂട്ടുന്നത്. വേദിയിൽ 10 കസേരകൾ, 10 ഇരിപ്പിടങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 6 മണിയോടുകൂടിയായിരിക്കും സമ്മേളനം ആരംഭിക്കുക. എന്താണ് താൻ പുതുതായി രൂപം കൊടുത്തിരിക്കുന്ന ഈ സാമൂഹിക കൂട്ടായ്മ, ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന ആ സാമൂഹിക കൂട്ടായ്മ, ഫോർ സോഷ്യൽ മൂവ്മെന്റ് എന്ന് പറയുന്ന സാമൂഹിക കൂട്ടായ്മയിലൂടെ എന്താണ് പി വി അൻവർ ലക്ഷ്യമിടുന്നത്? പി വി അൻവർ നടത്താൻ പോകുന്ന രാഷ്ട്രീയ ചുവടുവയ്പ്പിന്റെ ആദ്യ രൂപമാണോ ഈ സാമൂഹിക കൂട്ടായ്മ? അങ്ങനെയാണെങ്കിൽ പി വി അൻവറിന്റെ തുടർ രാഷ്ട്രീയ നീക്കങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ ഇനി വ്യക്തത വരാൻ പോകുന്നു. പൊതുസമ്മേളനത്തിൽ അൻവർ ഈ സംഘടനയുടെ നയപരിപാടികൾ പ്രഖ്യാപിക്കുമ്പോഴാണ് ഏത് സ്വഭാവത്തിലായിരിക്കും ഈ സംഘടന കേരളത്തിൽ പ്രവർത്തിക്കാൻ പോകുന്നത് എന്നതിൻ്റെ ഒരു രൂപം നമുക്ക് കിട്ടുക. നമുക്ക് അല്പസമയത്തിനകം തന്നെ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം. നമ്മളോടൊപ്പം ഹാഷ്മി താജ് ഇബ്രാഹിം, വിപിൻ സി വിജയൻ, പി വി അൻവറിന്റെ വീട്ടിൽ നിന്ന് സമീർ ബിൻ കരീം, ന്യൂസ് ഡെസ്കിൽ നിന്ന് S. വിജയകുമാർ എന്നിവർ തുടർന്നുമുണ്ടാകും. വളരെ ചെറിയൊരു ഇടവേള എടുത്ത ശേഷം